Hi friends, നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ വരികയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. അസ്സലാമലൈക്കും. നദീറാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചമുളക് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: പച്ചമുളക് വേണം. പച്ചമുളകിൻ്റെ ഫ്ലവറല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് പച്ചമുളക്, പിന്നെ കാലിക്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് 2 വെണ്ടക്കായ, പിന്നെ സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയൻ ലീഫ്, പിന്നെ അതിനുള്ള ടൂത്ത് പിക്ക്, നൈഫ്, കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സീസറ്. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ഇതെന്തെങ്കിലും ഒരു ഡിഷോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മുകളിലൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പച്ചമുളക് എടുത്ത് 2ആയി കീറി. ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കളറ് പച്ചമുളക് എടുക്കുക, അതായത് അപ്പോൾ ഒരു ഡിഫറെൻറ്റ് കളർ കിട്ടുമല്ലോ. ഗ്രീൻ തന്നെ വേണമെന്നില്ല. അതുപോലെ ഷേപ്പും അതെ, ഡിഫറെൻറ്റ് ഷേപ്പുള്ളത് എടുക്കാൻ കുഴപ്പമില്ല. വളഞ്ഞതായാലും സ്ട്രെയിറ്റ് ഉള്ളതായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഇതിനെ ചെറുതായിട്ട് ഓരോന്ന് കട്ട് ചെയ്യാം. ആദ്യം 2ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ അങ്ങനെ ചെറുതാക്കി ഇതുപോലെ തന്നെ ഒരേ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. കയ്യുമ്മേലൊരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ അധികം എരിവൊന്നും തട്ടില്ല, നല്ല എരിവുണ്ട്. അതുപോലെ എരിവില്ലാത്ത മുളക് നോക്കി വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും കൈയൊക്കെ. അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിനെ നമുക്ക് ഐസ് വാട്ടറിൽ ഇട്ട് വയ്ക്കുക. അങ്ങനെ കളഞ്ഞിട്ട് ഐസ് വാട്ടറിലിട്ട് വയ്ക്കാം. ഒന്നുകൂടി കാണിക്കാം. ഇതുപോലെ 2ആക്കി കട്ട് ചെയ്യുക. ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ കട്ട് ചെയ്യണം, അപ്പോഴാണ് അത് ഇങ്ങനെ പെറ്റൽസൊക്കെ വിടർന്ന് ഇരിക്കുള്ളൂ. അങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ 4ആക്കി കട്ട് ചെയ്യേ, അല്ലെങ്കിൽ അതന്നെ 2 തന്നെ ചെറുതാക്കി കട്ട് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യണം. ചെറുതാക്കി കട്ട് ചെയ്താലാണ് അതിൻ്റെ പെറ്റൽസൊക്കെ നന്നായി വിടർന്നിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കിയാൽ അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. കാണാനും നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ കൈയൊക്കെ നല്ല എരിവായിരിക്കും. ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഇത് കളഞ്ഞിട്ട് ഐസ് വാട്ടറിലിട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ അത് വിരിഞ്ഞ് വരും. അപ്പോഴേക്കും നമുക്ക് ഇതിനൊരു കാലിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് ഞാൻ ആദ്യം കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവുമല്ലോ. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ കാലിക്സ് നമുക്ക് എന്തുകൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. വെണ്ടക്കായ വേണമെന്നൊന്നുമില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് കാലിക്സ് പോലെ ഉണ്ടാക്കുക. എന്നിട്ട് ഇതിനെ ഇവിടെ ഈ സൈഡ് ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ കുത്തുക. സെൻറ്ററിൽ കുത്തിയിട്ട് ഇതിനെ ഇതുപോലെ കുത്തി ഇതുപോലെ കുത്തി ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും കണ്ട ഇത്രയ്ക്ക് വിരിഞ്ഞു. ഇനിയിപ്പോൾ ഐസ് വാട്ടറിൽ കൂടുതൽ സമയം ഇട്ട് വയ്ക്കുമ്പോൾ നന്നായി വിരിഞ്ഞു വരും. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ കണ്ടെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുത്താം. അപ്പോൾ നല്ലൊരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാകും. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ എരിയാതെ നോക്കണം, അതാണ് വേണ്ടത് കേട്ടോ. ഇതും നമുക്കതുപോലെ തന്നെ അറേഞ്ച് ചെയ്യാം.
ഇനി ടൂൾ കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. കാലിക്സ് ഇതുപോലെ എടുത്ത് അതിൻ്റെ അടിഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കാലിക്സ് കുത്തി കൊടുത്ത് സെൻറ്ററിൽ കുത്തിയിട്ട് ഈ ഫ്ലവർ അങ്ങനെ കൂട്ടാം. എന്താ ഇത്ര വേഗം തന്നെ ഇത്രയും വിരിഞ്ഞത്. അപ്പോൾ ഒന്നും കൂടിയും കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നന്നായി വിരിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്കത് കിട്ടും. ഇതുപോലെ ആവും. ഉണ്ടാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2-3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം അത് ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതൊരു ക്യാപ്സിക്കമാണ്. അതിൻ്റെ മുകളിൽ വെറുതെ കുത്തി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുത്തി ഫുഡൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഫുഡിൻ്റെ മുകളിൽ വയ്ക്കുക. അപ്പോൾ കുത്തണമെന്നൊന്നുമില്ല. ടൂത്ത് പിക്കൊന്നും വേണ്ട, വെറുതെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ അറേഞ്ച് ചെയ്യുന്ന എന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഇത് ഇതിൻ്റെ തന്നെയാണ് വെണ്ടക്കായുടെ തന്നെയാണ്. ആ വെണ്ടക്കായുടെ മുകൾ ഭാഗം ഇട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ് വേറെ കിട്ടും. അതല്ല നമുക്ക് വേറെ ഇപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു പീസ് വെച്ചിരുന്നു ഇത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒന്ന് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ടേബിൾ ഡെക്കറേഷനൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു ഫില്ലിംഗ് ഫ്ലവറായിട്ട് നമുക്കിത് കുത്തി കൊടുക്കാം ഇടയിലൊക്കെ. അപ്പോൾ നന്നായിരിക്കും കാണാൻ. പല ഡിഫറെൻറ്റ് കളറല്ലേ, നല്ല ഷെയ്ഡുള്ള കളറുകളൊക്കെ കിട്ടുമല്ലോ. പച്ചമുളക് നമുക്ക് ഷെയ്ഡുള്ളതൊക്കെ ഇഷ്ടം പോലെ കിട്ടില്ലേ, അങ്ങനെ പഴുത്ത് വരുന്നതും പച്ചയൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അത് അങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചാൽ നല്ല ഫില്ലിംഗ് ഫ്ലവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കറിയുടെ മുകളിൽ എന്ന് വെച്ചാൽ അത് അങ്ങനെ വെച്ച് കൊടുക്കാനും പറ്റും. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണിലൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.